ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സെന്റൻസുകൾ. നമുക്ക് എന്തൊക്കെ ആ ഷോപ്പിൽ പോയിട്ട് ചോദിക്കാനുണ്ടാകും, എന്തൊക്കെ അവർക്ക് പറയാനുണ്ടാകും, ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇന്ന് കുക്കർ എന്ന പ്രൊഡക്റ്റ് തന്നെ എടുക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുക്കറുമായി ബന്ധപ്പെട്ട ഒരുപാട് സെന്റൻസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുക്കർ വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോവാണ്. എക്സാമ്പിൾ ആയിട്ട് ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എനിക്കൊരു കുക്കർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ വേണം, എനിക്കൊരു പാൻ വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. എനിക്കൊരു കുക്കർ വേണം, നമ്മുടെ ആവശ്യമാണ്. ഐ വാണ്ട് എ കുക്കർ, ഐ വാണ്ട് എ ഫോൺ, ഐ വാണ്ട് എ വാച്ച്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ചോദിക്കണം പ്രഷർ കുക്കർ ഉണ്ടോ, അല്ലെ? പ്രഷർ കുക്കർ ഉണ്ടോ, വേറെന്തെങ്കിലും ആണെങ്കിൽ അത് പറയാം. പ്രഷർ കുക്കർ ഉണ്ടോ, എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എ പ്രഷർ കുക്കർ, ഡു യു ഹാവ് എ പ്രഷർ കുക്കർ. ഓക്കെ, ഇപ്പൊ പലതരത്തിലുള്ള പ്രഷർ കുക്കർ ഉണ്ടാകും, പലതരത്തിലുള്ള പ്രഷർ കുക്കർ ഉണ്ടാകും അല്ലെ? ചെറുതുണ്ടാവും, വലുതുണ്ടാകും. അപ്പൊ നമ്മൾ എന്താ ചോദിക്കാറ്? നമുക്ക് ഏതാണോ വേണ്ടത്, ഫോർ എക്സാമ്പിൾ വലുത് വേണം എന്നിങ്ങനെ പറയാം, വലിയ പ്രഷർ കുക്കർ വേണം. അപ്പോൾ നമുക്ക് ചെറുതിന് സ്മോൾ യൂസ് ചെയ്യാം, വലുതിന് ബിഗ് എന്ന് യൂസ് ചെയ്യാം. ഐ വാണ്ട്, എനിക്ക് ആവശ്യമുള്ളത് എന്താണ്? ഐ വാണ്ട് എ സ്മോൾ വൺ, ഐ വാണ്ട് എ സ്മോൾ വൺ. ഒരു ചെറിയ കുക്കർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഐ വാണ്ട് എ ബിഗ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുക്കർ എന്ന് പറയാം. അപ്പൊ നമുക്ക് ചെറുതാണോ വലുതാണോ എന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഐ വാണ്ട് എ ബിഗ് വൺ ഓർ സ്മോൾ വൺ. ഓക്കെ, ഇപ്പോൾ കുക്കറൊക്കെ ഗ്യാസിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് അടുപ്പില്ലേ, അതിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് ഗ്യാസിനുള്ളതാണോ, ഇത് ഗ്യാസിനുള്ളതാണോ എന്നെങ്ങനെ ചോദിക്കുക? അല്ലെങ്കിൽ കറണ്ട് അടുപ്പ് അല്ലെ, അങ്ങനെ വെക്കാനും പറ്റുന്നതുണ്ട്. അപ്പം ഇത് ഗ്യാസിനുള്ളതാണോ? ഈസ് ദിസ് ഫോർ എ ഗ്യാസ് സ്റ്റവ്, ഈസ് ദിസ് ഫോർ എ ഗ്യാസ് സ്റ്റവ്, ഇത് ഗ്യാസിനുള്ളതാണോ? ഇനി നമ്മൾ ഇൻഡക്ഷൻ കുക്കറിനുള്ളതാണോ എന്നെങ്ങനെ ചോദിക്കുക? ഇത് ഇൻഡക്ഷനിൽ പറ്റുമോ, ഇത് ഇൻഡക്ഷനിൽ പറ്റുമോ, അതായത് കറണ്ട് അടുപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ്. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഈസ് ദിസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡക്ഷൻ, ഈസ് ദിസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പോൾ നമുക്കൊന്നും അറിയില്ല അപ്പൊ ബ്രാൻഡിനെ കുറിച്ചിട്ട്, ഏത് ബ്രാൻഡാണ് നല്ലത്? ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ഏത് ബ്രാൻഡ് ആണ് നല്ലത്, എങ്ങനെ ചോദിക്കുക? വിച്ച് ബ്രാൻഡ് ഈസ് ഗുഡ്, വിച്ച് ബ്രാൻഡ് ഈസ് ഗുഡ്, ഏത് ബ്രാൻഡ് നല്ലത്. ഇനി നമുക്കറിയേണ്ടത് എന്താണ്? വില എത്രയാണ് എന്നാണ് അല്ലെ? വില എത്രയാണ്. വാട്ട് ഈസ് ദ പ്രൈസ്, അത് എന്തിന്റെ വില ചോദിക്കുകയാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ്, കുറച്ച് ഡിസ്കൗണ്ട് തരാമോ? ഇപ്പൊ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയാൽ, അല്ലെങ്കിൽ ഒരു ഗോൾഡ് വാങ്ങാൻ പോയാലൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, കുറച്ച് ഡിസ്കൗണ്ട് തരാമോ, എങ്ങനെ ചോദിക്കുക? ക്യാൻ യു ഗിവ് സം ഡിസ്കൗണ്ട്, ക്യാൻ യു ഗിവ് സം ഡിസ്കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇനിയിപ്പോ വാറന്റി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. വാറന്റി ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? വാറന്റി ഉണ്ടോ, എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ അത് ചോദിക്കണം അല്ലെ? വാറന്റി ഉണ്ടോ? ഡസ് ഇറ്റ് ഹാവ് എ വാറന്റി, ഡസ് ഇറ്റ് ഹാവ് എ വാറന്റി. ഓക്കെ, നെക്സ്റ്റ്, വിസിൽ ശരിയായി വരുമോ? ഇപ്പൊ നമ്മൾ വാങ്ങുന്നത് ഒരു കുക്കറാണ്, സോ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. വിസിൽ ശരിയായി വരുമോ, എങ്ങനെ ചോദിക്കുക? ഡസ് ഇറ്റ് വിസിൽ പ്രോപ്പർലി. ഓക്കെ, നെക്സ്റ്റ്, റബ്ബർ വേറെ കിട്ടുമോ? റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്റെ അടപ്പിനുണ്ടാവില്ല ഒരു വാസർ, അതിനാണ് റബ്ബർ എന്ന് പറയുന്നത്. റബ്ബർ വേറെ കിട്ടുമോ? കൻ ഐ ഗെറ്റ് ആൻ എക്സ്ട്രാ റബ്ബർ ഗ്യാസ്കറ്റ്. ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ആ വാസറിന് പറയുന്ന പേരാണ് കേട്ടോ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റബ്ബർ ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസർ അല്ലേ, അതിനാണ്. അപ്പം can I get an extra rubber gasket. ഓക്കെ, ഇത് ഹെവി ആണോ, ഇത് ഹെവി ആണോ അല്ലെ? പല തരത്തിലുണ്ടാവും. ഈസ് ഇറ്റ് ഹെവി. ഓക്കെ, ഇപ്പൊ കഴുകി എടുക്കുമ്പോൾ വൃത്തിയാകാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കാമോ, ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കാമോ. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, ഇത് എളുപ്പത്തിൽ വൃത്തിയാക്കാമോ. ഈസ് ഇറ്റ് ഈസി ടു ക്ലീൻ, ഈസ് ഇറ്റ് ഈസി ടു ക്ലീൻ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കുക്കർ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇനി നമ്മൾ എന്താ പറയാ? ഇതെടുക്കാം അല്ലെ, ഇത് എടുക്കാം എന്ന് പറയാറുണ്ട്. ഐ വിൽ ടേക്ക് ദിസ് വൺ, ഐ വിൽ ടേക്ക് ദിസ് വൺ. ഓക്കെ, ഇനി ബില്ല് തരൂ,
അല്ലേ? നമ്മളൊക്കെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം ബില്ല് തരൂ എന്നെങ്ങനെ ചോദിക്കുക? ഒരു ടെക്സ്റ്റൈൽസിൽ പോയാലും എവിടെ പോയാലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ബില്ല് തരൂ, പ്ലീസ് ഗിവ് മീ ദ ബിൽ, പ്ലീസ് ഗിവ് മീ ദ ബിൽ, ബില്ല് തരൂ. ഓക്കെ, അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ്, നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത് എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കമന്റ് അറിയിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എത്തരത്തിലുള്ള സെന്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങൾ കമന്റിൽ അറിയിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ശരി, താങ്ക് യു സോ മച്ച്.